SNDP NSS ഐക്യം 8 നിലയിൽ പൊട്ടുമ്പോൾ കാര്യങ്ങൾ വല്ലാണ്ടങ്ങൾ മാറി മറിയും. ഐക്യ നീക്കത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. അമൽ സുരേന്ദ്രൻ ആ ചോദ്യം പൊതുജനങ്ങളോട് ചോദിക്കുന്നു. NSSന്റെയും SNDPയുടെയും ഐക്യ സാധ്യതയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ സാമുദായിക സമവാക്യം രൂപപ്പെടുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ NSS ഈ സഖ്യത്തിന്റെ സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഐക്യത്തിൽ നിന്ന് പിൻവലിയുന്നത്. ഇതിന് പിന്നിൽ SNDPയുടെ അല്ലെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാണോ കാരണം? ജനങ്ങൾക്ക് പറയാനുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് തോന്നിക്കാണും ഐക്യപ്പെടണമെന്ന് തോന്നിക്കാണും, പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഐക്യപ്പെടേണ്ടെന്ന് തോന്നിക്കാണും. പൊതുജനം എന്തൊരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത്. ആ ഐക്യം ഇവിടെ നടക്കത്തില്ല എന്നുള്ളത് കേരള സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് NSSനെ കൂട്ടുപിടിക്കുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഈ വെള്ളാപ്പള്ളിയുടെ കയ്യിലിരിക്കുന്ന പ്രവൃത്തി കൊണ്ട് അങ്ങനെയൊക്കെ പാടും പറഞ്ഞാൽ മനസ്സിലായില്ലേ? വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ രീതി പോവും. അപ്പം ജനങ്ങൾ വെറുക്കും. വെള്ളാപ്പള്ളിക്ക് ഒരു കലക്ക് കലക്കണം, ഒരു വർഗീയ ധ്രുവീകരണം നടത്തണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. അതിൽ നിന്ന് കുറേ വോട്ടുകൾ സമ്പാദിക്കുക എന്നുള്ള ഹിന്ദു വോട്ട് ഐക്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു നിലപാടാണ് പുള്ളിയുടെ ഉദ്ദേശം. പത്മ പുരസ്കാരത്തിൻ്റെ പിന്നിലുള്ള തർക്കമായിരിക്കണം. മൂത്താൾക്ക് കിട്ടിയില്ല, ഇളയാൾക്ക് കിട്ടില്ല എന്നുള്ളൊരു തർക്കമായിരിക്കും. അതിൽ പറയാൻ കിഷോറിന് വോയിസ് ഉണ്ടല്ലോ, അവരുടെ മന്ത്രിസഭയാണല്ലോ, അതിൻ്റെ ഒരു പിണക്കമായിരിക്കും തരുന്ന കാണിച്ചത്. പിന്നെ ഇലക്ഷൻ വരുന്നതോടെ തന്നെ ഇതോടെ എല്ലാം നശിക്കണമെന്നുള്ള ചിന്താഗതിയാണ് പുള്ളിക്കാരൻ ഇത്രയും പ്രായവും ഇതുള്ള ആളല്ലേ. ഇത് കാണിക്കുന്നതൊക്കെ ശരിയായ പ്രവണതയാണ്. എല്ലാവരും ഇവിടെ ഐക്യത്തോടെ ജീവിക്കുന്നവരല്ലേ, അല്ലാതെ ഇതിൻ്റെ ഇടക്ക് വന്നിട്ട് ഈ വർഗീയത കുത്തിക്കയറ്റുക അതൊക്കെ മോശപ്പെട്ട പരിപാടിയാണ്. വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുള്ള വിഷം അത് സുകുമാരൻ നായർ തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പലകുറി പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് NSSന്റെയും SNDPയുടെയും ഐക്യ സാധ്യത. ഒരു വട്ടം കൂടി പരീക്ഷണത്തിന് നേതാക്കൾ മുതിർന്നപ്പോൾ അത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് തന്നെയെന്ന് തിരിച്ചറിഞ്ഞു NSS. ജനങ്ങൾക്കും അതേ അഭിപ്രായം. ക്യാമറാമാൻ ദീപക് ജേക്കബിനും ജെറിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.